ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, നമ്മുടെ രണ്ടാം പിണറായി സർക്കാർ വീണ്ടും വീണ്ടും പറയുകയാണ്, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം കേരളം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ചെല്ലാം അവർ അഭിമാനം കൊള്ളുകയാണ്. പക്ഷേ പുറത്തു വരുന്നൊരു വാർത്ത, സർക്കാർ സ്കൂളിൽ ഒരു സ്കൂളിലെ കാര്യമാണത്, ഇംഗ്ലീഷ് അധ്യാപകൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ മകനോ മകളോ പഠിക്കുന്ന സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ ഇല്ല എന്ന തിരിച്ചറിവിൽ അദ്ദേഹം സമരത്തിന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രീത, ആരോഗ്യരംഗത്തെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ആരോഗ്യരംഗത്ത് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ പുറത്തു വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ അധ്യാപകൻ പുറത്തു വന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഒരു CPM പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPM-ന്റെ കുന്നന്താനം ലോക്കൽ സെക്രട്ടറി SV സുബിൻ എന്ന് പറയുന്ന ആ കുന്നന്താനത്തെ ലോക്കൽ സെക്രട്ടറിയാണ് ഇപ്പോൾ സമരത്തിനൊരുങ്ങുന്നത്. തിങ്കളാഴ്ച സ്കൂളിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും ഒക്കെ മേന്മയാണ് ഇവർ വലിയ കാര്യങ്ങളായി കൊട്ടിഘോഷിച്ചു വരുന്നത്. ഈ ആരോഗ്യരംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ മേന്മയൊന്നും ഇവിടെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയതല്ല. മിഷണറിമാർ അടക്കമുള്ളവർ ഇവിടെ വന്ന് പ്രവർത്തിച്ചതിന് ഫലമായി സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓരോ മതവിഭാഗത്തിന്റെയും സ്കൂളുകൾ, ഇപ്പൊ SNDP ആണെങ്കിലും NSS ആണെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിലും ഒക്കെ വളരെ നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യ രംഗത്ത്, ഇപ്പോ മെഡിക്കൽ രംഗത്താണെങ്കിലും അത് തന്നെ, മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലാണെങ്കിലും ആശുപത്രികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ NSS-നും SNDP-ക്കും അതുപോലെ സാമുദായിക സംഘടനകൾക്കെല്ലാം ഒപ്പം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉള്ള മാനേജ്മെന്റിന്റെ കീഴിൽ നിരവധി ആശുപത്രികൾ, ഇങ്ങനെ ആരോഗ്യരംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെയും ഒക്കെ നേട്ടങ്ങൾ അവരുടെ കൂടി ഒരു പിന്തുണയോടുകൂടിയാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ അതുകൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച, ഒരു 2 ആഴ്ചയായിട്ടേ ഉള്ളൂ, ആരോഗ്യമന്ത്രി വലിയ പ്രതിരോധത്തിലായി പോകുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിഷ് അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങൾ പോലും ലഭ്യമാകുന്നില്ല എന്ന ഗുരുതരമായ കാര്യമാണ് അദ്ദേഹം തുറന്നു കാട്ടിയത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അച്ചടക്ക നടപടി അടക്കം വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ത് അച്ചടക്ക നടപടി വന്നാലും നേരിടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു തന്റെ കമ്മിറ്റ്മെന്റ് പാവങ്ങളോടാണ്. താൻ സർക്കാർ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കാശ് കൊണ്ട് പഠിച്ചതുകൊണ്ട് തന്റെ സേവനം സർക്കാരിന് ലഭ്യമാകണം എന്നുള്ളത് കൊണ്ടാണ് താൻ പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കാത്തത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികൾ അദ്ദേഹത്തിന് ഇതിന്റെ ഇരട്ടിയിലെത്തിയ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം സർക്കാർ സർവീസിൽ തന്നെ തുടരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ അധ്യാപകരുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ ഏകദേശം തന്നെയാണ്. അധ്യാപകരുടെ കാര്യം എടുത്ത് നോക്കിയാൽ അധ്യാപകർ, പല സ്കൂളുകളിലെയും അധ്യാപകർ, ഇപ്പോ പല സ്കൂളുകളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സർക്കാർ സ്കൂളുകളെ വലിയ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ മക്കൾ ആരും സർക്കാർ സ്കൂളുകളിൽ പഠിച്ചവരോ ഒന്നുമല്ല. എല്ലാവരും ഈ ആരോഗ്യരംഗത്തെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടെന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കയിലും മറ്റു സർക്കാർ ആശുപത്രികളിലും ചികിത്സ തേടുന്നവരാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ വ്യത്യസ്തയായിട്ടുള്ളത് നമ്മുടെ സുഷമ സ്വരാജാണ്. സുഷമ സ്വരാജ് എയിംസിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് സുഷമ സ്വരാജിന്റെ ഭർത്താവ് അടക്കം അവരോട് വേറെ ഏതെങ്കിലും വിദേശകാര്യമന്ത്രിയാണ്, വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് ചികിത്സയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്റെ രാജ്യത്തെ ആരോഗ്യരംഗത്തെ എങ്ങനെത്തലാണ് ഞാൻ അത്തരം ഒരു പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ തന്നെ ചികിത്സ തേടിയ ആളായിരുന്നു സുഷമ സ്വരാജ്. അക്കാര്യത്തിൽ വ്യത്യസ്തമാണ്. അങ്ങനെയാണ് പൊതുപ്രവർത്തകർ, അങ്ങനെയാണ് ആവേണ്ടത്. നേരെ മറിച്ച് ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങളെ കുറിച്ച് കൊട്ടിഘോഷിച്ച ശേഷം പിണറായി വിജയൻ പോകുന്നത് അമേരിക്കയിലേക്കാണ്. ഒരു കാലത്ത് സാമ്രാജ്യത്വ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തുനിന്ന് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് അടിക്കടി പോകുന്നു. മക്കളെ എല്ലാവരെയും കൂടി ഒരു ടൂർ പോലെയാണ് പോകുന്നത്, മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ മന്ത്രിമാരെല്ലാം ചികിത്സ തേടുന്ന വിവിധ ആശുപത്രികളാണ്. ഇപ്പൊ ഇനി പിണറായി വിജയന്റെ മകളുടെ കാര്യം നോക്കിയാൽ, ഒരു കാലത്ത് സ്വാശ്രയ കോളേജിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിരുന്ന, സ്വാശ്രയ കോളേജുകളെ അംഗീകരിക്കാതിരുന്ന, സ്വാശ്രയ കോളേജിന്റെ പേരിൽ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കി മാറ്റിയ CPM എന്ന പാർട്ടി അവരുടെ നേതാവായ പിണറായി വിജയന്റെ മകളടക്കം അമൃതയിലാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പൊ സ്വാശ്രയ കോളേജുകളിൽ തന്നെയാണ് അവരുടെ മക്കൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ മക്കളാണ് സാധാരണ സർക്കാർ വിദ്യാലയങ്ങളിൽ പോയി സർക്കാർ വിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്? എല്ലാവരും CBSE സ്കൂളുകളിലോ ICSE സ്കൂളുകളിലോ ഒക്കെ തന്നെ പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരാണ്. മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം തേടി പോകുന്നവരാണ്. ഇവിടെ അല്ലാതെ വന്നിട്ടുള്ളത് ചില PhD-ക്കാർ മാത്രമാണ്. അവർക്ക് വേറൊരു സർവകലാശാലയിലും പോയാൽ PhD കിട്ടില്ല. വാഴക്കുലയ്ക്കൊക്കെ PhD കിട്ടണമെങ്കിൽ, അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ PhD കിട്ടണമെങ്കിലൊക്കെ നമുക്കറിയാം. അടുത്ത കാലത്താണ് സ്വരാജിന്റെ ഭാര്യയ്ക്ക്
PhD അവാർഡ് ചെയ്തത്. അതായത് വർഷങ്ങൾക്ക് ശേഷം പണമടച്ച് PhD 1 ലക്ഷം രൂപ അടച്ചാണ് PhD എടുത്തത്. അതിന് തന്നെ അവർക്ക് വേണ്ടി മാത്രം ഒരു നിയമം മാറ്റിക്കൊണ്ട് PhD കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി നമ്മുടെ ബിന്ദു ടീച്ചറെ പോലുള്ളവർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള മിനിസ്റ്ററും കൂടിയാണല്ലോ ഇപ്പോ. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ PhD എടുത്തതിൽ തന്നെ നമുക്ക് സംശയമുണ്ട്. ഞാനടക്കമുള്ളവർ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളും പ്രീതി ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFI ഒക്കെ ആയിട്ട് നടക്കുന്ന പല ആൾക്കാരും അവസാനം പരീക്ഷയിൽ വിജയിക്കും. ഇവർ കോളേജിലും കയറില്ല, ക്ലാസ്സിലും കയറില്ല, അറ്റൻഡൻസും കാണില്ല, പഠിക്കുകയും ചെയ്യില്ല, ഒരു മാർക്ക് പോലും ഇവർ ക്ലാസ് ടെസ്റ്റിന് കിട്ടുകയും. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇവർ പാസ്സാകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ഈ കുട്ടികളൊക്കെ വീട്ടിൽ ഇരുന്ന് പഠിച്ചു, അത് നമ്മുടെ മണ്ടത്തരമായിരുന്നു നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സത്യത്തിൽ ആ സഖാക്കന്മാരെല്ലാം ഈ ഇത്തരത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോളേജിൽ സഖാവ് ആയതുകൊണ്ട് മാത്രം വിജയിക്കുക അല്ലെങ്കിൽ PhD കിട്ടിപ്പോയ പല ആൾക്കാരും ഉണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പറഞ്ഞോളൂ. അതൊന്നും ഒരിക്കലും സർവകലാശാലകൾ ചുവപ്പുവൽക്കരിച്ചതിന്റെ ഭാഗമല്ല എന്ന് അടിവരയിട്ട് പറയട്ടെ. അതെ, സർവകലാശാല ചുവപ്പുവൽക്കരിച്ചതിന്റെ ഭാഗമല്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശിവരഞ്ജിത്തും PSCയെ പോലും കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായ കാര്യങ്ങളാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഈ അന്തംകമ്മികൾ മുഴുവൻ സർവകലാശാലകൾ അധ്യാപകരായി മാറുന്നത്. നമുക്കറിയാം, 2 വരി എഴുതാൻ അറിയാതെ മറ്റുള്ളവരുടെ കവിത മോഷ്ടിച്ച അന്തംകമ്മിണിയായ ദീപാ നിശാന്ത് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ കവിത എഴുത്തിനെ സംബന്ധിച്ച്, അടിച്ചുമാറ്റിയ കവിതയുമായി നടന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അധ്യാപകരെല്ലാം ഇങ്ങനെ ഇടതുപക്ഷ ചായ്വുള്ളവരായി മാറുന്നത് പലപ്പോഴും ഈ അധ്യാപകർക്കൊക്കെ അതിരുവിട്ട സഹായങ്ങൾ പരീക്ഷകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മളൊക്കെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഒക്കെ കരസ്ഥമാക്കിയത് മര്യാദയ്ക്ക് പഠിച്ച് എഴുതിയിട്ട് തന്നെയാണ്, നന്നായി പഠിച്ചിട്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മളൊന്നും അതിന്റെ പടി പോലും കടന്നു കയറില്ല. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതലേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ നടന്നതുകൊണ്ട് തന്നെ, ഇവരുടെ എതിരഭിപ്രായമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി നടന്നുകൊണ്ട് തന്നെ പഠിക്കാതെ കിട്ടിയ മാർഗമല്ല. അതിൽ അഭിമാനം കൊണ്ട് ഞങ്ങളൊക്കെ വളരെ പഠിച്ചിട്ട് തന്നെയാണ്. വേറെ ഒരു യൂണിവേഴ്സിറ്റിയെ സ്വാധീനിച്ചിട്ടില്ല. അതും ഈ ഗുജറാത്തിലെ യൂണിവേഴ്സിറ്റി എന്ന് പറയേണ്ട കേരളത്തിലെ യൂണിവേഴ്സിറ്റി തന്നെയാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇവിടെ നോക്കൂ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്റിൽ ഫീൽഡാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകരാണ് എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് വിശകലനം ചെയ്താൽ തന്നെ അറിയാം. നമ്മളിപ്പോ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളും ഇംഗ്ലീഷ് ഒരു ഫസ്റ്റ് ലാംഗ്വേജായി പഠിക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജായി പഠിക്കുന്ന കുട്ടികളും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, നമ്മളുമൊക്കെ ഇംഗ്ലീഷ്, ഞാനും പ്രീതിയും ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇംഗ്ലീഷ് പഠിക്കാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത്. മറ്റു കുട്ടികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്താണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സോഷ്യൽ സ്റ്റഡീസിന്റെ അധ്യാപികയെ നിയമിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. താൽക്കാലികമായെങ്കിലും ഒരു അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ എനിക്ക് തോന്നുന്നു കുന്നന്താനം ലോക്കൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ താൽക്കാലികമായി പോലും ഒരു അധ്യാപകരെ നിയമിക്കാൻ കഴിയുന്നില്ല എന്ന വാദം ഇവർ മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ആധാറുള്ള കുട്ടികളെ മാത്രം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അധ്യാപകരുടെ അനുപാതം നിശ്ചയിക്കുന്നത്. അപ്പോ 6ാം പ്രവൃത്തി ദിനത്തിൽ പോലും അത് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി അധ്യാപകരുടെ വേക്കൻസികൾ പല അധ്യാപകർക്കും ഇപ്പോൾ പുറത്തായിരുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഒരു ഗ്രാഫില്ല. നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് തന്നെ നമുക്കറിയാം. നാക്കുതിരിച്ച് വർത്തമാനം പറയാനോ ഒരു കാര്യം വായിക്കാനോ എഴുതാനോ അറിയാത്തൊരു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം LLBക്കൊക്കെ പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണോ അഡ്മിഷൻ കിട്ടിയത്, ലക്ഷ്മി നായർ കോളേജിലാണ് എന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ ഏതായാലും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന കാര്യം നമുക്കറിയില്ല. ഏതായാലും വിദ്യാഭ്യാസം എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ വിദ്യാഭ്യാസം എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസം എന്ന രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കേണ്ട ഒരു അധ്യാപിക അവർ എന്തായിരിക്കും ഒരു സ്കൂളിൽ വന്ന് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി നിയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ജോലി ചെയ്യുകയും ഏതെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ പങ്കെടുക്കേണ്ട കുട്ടികളല്ലേ. അത്തരം കുട്ടികൾ ഈ ഭാഷ അറിയാത്തത് കൊണ്ടും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ടും അധ്യാപകർ കൃത്യമായി പഠിപ്പിക്കാത്തതുകൊണ്ടും ഒക്കെ പിന്തള്ളപ്പെട്ടു പോകാനുള്ള സാധ്യതകളില്ലേ. അതും ആരാണ് പിന്തള്ളപ്പെട്ടു പോകുന്നത്? സാധാരണക്കാരന്റെ മക്കളാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരന്റെ ചികിത്സ ലഭ്യമാകുന്നത് പോലെ തന്നെ സാധാരണക്കാരന്റെ മക്കളാണ്, വലിയ ഫീസ് നൽകാൻ കഴിയാത്ത സാധാരണക്കാരന്റെ മക്കളാണ് പൊതുവിദ്യാഭ്യാസത്തെ ആശ്രയിക്കുന്നത്. അപ്പൊ ആ വിദ്യാഭ്യാസ നിലവാരം താഴ്ത്തുന്നത് ഒരു തരത്തിലും ആശ്വാസമല്ല. സാധാരണക്കാരന് ലഭിക്കേണ്ട സേവനങ്ങളാണ്, സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ട സേവനങ്ങളിലാണ് പിണറായി വിജയൻ കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പൊ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ പെൻഷന്റെ കാര്യമാണെങ്കിലും അതൊക്കെ സാധാരണക്കാരെ തകർക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ പെൻഷൻ ആണെങ്കിലും
സാധാരണ ജനങ്ങൾക്ക് പാവങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പാവങ്ങളെ തകർത്ത് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഒക്കെ പാവങ്ങളെ തകർക്കുന്ന സമീപനമാണ്. ഒന്നുമില്ലാത്തവന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ഇമോഷൻസ് കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ വലിയ രീതിയിൽ ഉപകാരപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ, ആ സർക്കാരുകൾ പിന്നീട് അവരെ കണ്ടില്ല എന്നടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കിറ്റ് അവസാന സമയത്ത് ഏതെങ്കിലും ഒരു കിറ്റ് കൊടുത്തുകൊണ്ട്, ഒരു അല്പം കൂടിയ കിറ്റോ വില കൂടിയ കിറ്റോ അല്ലെങ്കിൽ നീളമുള്ള കിറ്റോ ഏതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന അരിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന പഴകിയ പഞ്ചസാരയോ ഒക്കെ കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലും കിടക്കുന്ന പപ്പടമൊക്കെ ആഴ്ചകൾ കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പപ്പടമൊക്കെ കൊടുത്താൽ കേരളത്തിലെ ജനങ്ങളെ അങ്ങ് കയ്യിലെടുക്കാമെന്ന ധാരണ പിണറായി വിജയൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഉണ്ടായിരുന്നതാനും അതുകൊണ്ടാണല്ലോ വീണ്ടും ഒരു സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഈ അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾ ആ കബളിപ്പിക്കലിന് നിന്നു കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ജനങ്ങൾ അവരുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട്, ജനാധിപത്യത്തിന് ഒരു ജനങ്ങൾക്കുള്ള വില മനസ്സിലാക്കിക്കൊണ്ട് വേണം വോട്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനും നല്ല രീതിയിലുള്ള സർക്കാരുകൾ ഉണ്ടാക്കാനും സർക്കാർ ഗുണകരമായ പദ്ധതികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാൻ. എന്തായാലും ഈ വിഷയത്തിലെങ്കിലും ഇപ്പോ അധ്യാപകനില്ലാത്തതിന് സമരം ചെയ്യുന്ന ലോക്കൽ സെക്രട്ടറിക്ക് CPM മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ABVP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് CPM-നെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. ഈ സമരത്തിന് ABVP പൂർണ്ണ പിന്തുണയാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പൊ വിദ്യാഭ്യാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും അടുത്ത കാലത്ത് ABVP വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിദ്യാഭ്യാസ വിഷയങ്ങളൊക്കെ സജീവമായി ഇപ്പൊ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സജീവമായ ഇടപെടൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇപ്പൊ KSU പോലൊരു സംഘടന ക്യാമ്പസുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. SFI-യുടെ പ്രാതിനിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ABVP പോലുള്ള ഒരു സംഘടന, സംസ്കാര സമ്പന്നമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു സംഘടന ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് തന്നെ CPM-നെ വെട്ടിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.